രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. IPC അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ഇല്ലാതായി. IPCക്ക് പകരമായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. തെരുവ് കച്ചവടക്കാരനെതിരെ ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ നൂറ്റാണ്ടുകളോളം രാജ്യത്ത് നിലനിന്നിരുന്ന IPC ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ചരിത്രമായി. പേരുകൾ സംസ്കൃതത്തിലാകുന്നതിനൊപ്പം തന്നെ നിയമങ്ങളിലെ വിവിധ വ്യവസ്ഥകളിലും മാറ്റം വന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകൾ പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ശേഷിപ്പുകളായിരുന്ന നിയമങ്ങൾക്ക് പകരം ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നടപടികൾ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തുടരും. എന്നാൽ കോടതികളിലെ നിലവിലുള്ള അപ്പീലുകളിൽ ഉൾപ്പെടെ പഴയ നിയമപ്രകാരം നടപടികൾ നടക്കുമെന്നിരിക്കെ പുതിയ നിയമം ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും വാദമുണ്ട്. 3 നിയമങ്ങളും വിദഗ്ധ സമിതി രൂപീകരിച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാന റോഡിന് സമീപം വണ്ടിയിൽ നിന്ന് പുകയിലയും വെള്ളവും പങ്കജ് കുമാർ എന്ന കച്ചവടക്കാരൻ വിൽക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. 24 ഡൽഹി.